2026 ജനുവരി 31 ക്രിക്കറ്റ് പ്രേമികൾക്ക് നിരാശാജനകമായ ഒരു ദിവസമായിരുന്നു. പ്രത്യേകിച്ചും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സഞ്ജു വി സാംസണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായി നിരാശ തോന്നിയ ഒരു ദിവസം. അദ്ദേഹത്തിൻ്റെ സ്വന്തം ജന്മനാട്ടിൽ നിന്ന് തല താഴ്ത്തി പോകേണ്ട ഒരവസ്ഥ. കീപ്പിംഗ് ഗ്ലൗ മറ്റൊരു കളിക്കാരന് വേണ്ടി പാതി വഴിയിൽ കൊടുക്കേണ്ടി വന്ന ഒരു കളിക്കാരൻ്റെ അവസ്ഥ. അതൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വേദനാജനകമായിരിക്കും. അതേ സഞ്ജു സാംസണാണ് ഇന്ന് 2020 വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നത്. നമുക്കറിയാം, തളർച്ച ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാ സമയത്തും ഉണ്ടാകും. ആ തളർച്ചയിൽ നമ്മൾ പോരാടുക എന്നുള്ളതാണ് സഞ്ജു വി സാംസൺ നമ്മോട് ഉറക്കെ വിളിച്ചു പറയുന്നത്. കാരണം ജീവിതത്തിൽ ഒരുപാട് തകർച്ചകൾ നേരിടുന്ന സമയത്ത് എല്ലാം ദൈവത്തിന് പഴി ചാരിക്കൊണ്ട് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് പലപ്പോഴും ശ്രമിക്കാറ്. പക്ഷേ അവിടെയാണ് സഞ്ജു വി സാംസണെ കുറിച്ച് നമ്മൾ ഒന്നും കൂടെ കേട്ടറിയേണ്ടത്, അല്ലെങ്കിൽ കണ്ടറിയേണ്ടത്. കാരണം ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ സൂര്യകുമാർ യാദവ് സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം ടീമിലില്ല എന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം നെറ്റ്സിൽ നടത്തുന്ന പരിശീലനങ്ങൾ മറ്റുള്ള കളിക്കാർ നടത്തുന്നതിനേക്കാൾ കൂടുതൽ പരിശ്രമങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സഞ്ജു വി സാംസൺ. താൻ തോൽക്കും എന്ന് ഉറപ്പായും തോന്നിയ സമയത്ത് പോലും തൻ്റെ കഠിനാധ്വാനം കൊണ്ട് അതിനെ മുന്നോട്ട് കടക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഓരോ തവണയും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ന് ഫൈനലിൽ ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് ഏറ്റുമുട്ടാൻ പോകുന്നത്. എന്തായാലും അദ്ദേഹത്തിന് നല്ലൊരു ഇന്നിങ്സ് കാണാനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പണ്ട് സച്ചിൻ ഗ്രീസിലെത്തുമ്പോഴുള്ള ആ പടപടപ്പുണ്ടല്ലോ, ഇപ്പോൾ സഞ്ജു ഗ്രീസിലെത്തുമ്പോഴാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ.